AMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ലഹരി വിരുദ്ധ സിഗ്നേച്ചർ ക്യാമ്പയിനും മനുഷ്യശൃംഖലയും സംഘടിപ്പിച്ചു. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KPCC പ്രഖ്യാപിച്ചിട്ടുള്ള ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി ശ്രീമൂലനഗരത്ത് സിഗ്നേച്ചർ ക്യാമ്പയിനും മനുഷ്യശൃംഖലയും സംഘടിപ്പിച്ചു. സമൂഹത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന രാസലഹരിക്കെതിരെയും മയക്കുമരുന്ന് മാഫിയക്കെതിരെയും നാടൊറ്റക്കെട്ടായി പ്രതിരോധം തീർക്കണമെന്ന് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ലിൻഡോ പി ആന്റോ പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് PK സിറാജ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് VM ഷംസുദ്ദീൻ, DCC അംഗം VP സുകുമാരൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ VV സെബാസ്റ്റ്യൻ, KC മാർട്ടിൻ, PC സുരേഷ് കുമാർ, ഭാരവാഹികളായ സുരേഷ് കുളങ്ങര, EV വിജയകുമാർ, KS ചന്ദ്രശേഖരൻ, വിപിൻ ദാസ്, മഞ്ജു നവാസ്, ജിനാസ് ജബ്ബാർ, സിന്ധു പാറപ്പുറം, KP സുകുമാരൻ, സിമി ജിജോ, ഡാർലി ജിമോൻ, സിൽവി ബിജു, KP അനൂപ്, ഡേവിസ് കൂട്ടുങ്ങൽ, അൽഫോൻസ വർഗീസ്, TB റഷീദ്, PV വിനീത്, വർഗീസ് അരീക്കൽ, ഷമീർ അബ്ദു തുടങ്ങിയവർ സംസാരിച്ചു. മുംബൈയിൽ കനത്ത മഴ, മണ്ണിടിച്ചിലിൽ 2 മരണം. മുംബൈയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കനത്ത മഴ തുടരുന്നു. നഗരത്തിന്റെ പല ഭാഗങ്ങളിലും ശക്തമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. വിക്രോളിയിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് 2 പേർ മരിക്കുകയും 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മുംബൈയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. താനെ, പാൽഘർ, രത്നഗിരി, റായ്ഗഡ് തുടങ്ങിയ സമീപ ജില്ലകളിലും ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നു. ശക്തമായ മഴയെ തുടർന്ന് റോഡുകളിലും റെയിൽവേ ട്രാക്കുകളിലും വെള്ളം കയറിയത് ഗതാഗതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. അത്യാവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് മുംബൈ പോലീസ് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. ദുരിതബാധിത പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ദേശീയപാത അതോറിറ്റി ജനങ്ങളെ ബന്ദികളാക്കി. മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കിൽ ജനങ്ങൾ ദുരിതത്തിൽ. സനീഷ് കുമാർ ജോസഫ് MLA. തൃശൂർ ജില്ലയിലെ മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ തുടരുന്ന രൂക്ഷമായ ഗതാഗത കുരുക്കിന് കാരണം ദേശീയപാത അതോറിറ്റിയുടെ അനാസ്ഥയാണെന്ന് ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ്. 6 മാസത്തിലേറെയായി ചാലക്കുടിയിലെ ജനങ്ങളെ ദേശീയപാത അതോറിറ്റി ബന്ദികളാക്കിയിരിക്കുകയാണെന്നും MLA മാധ്യമങ്ങളോട് പറഞ്ഞു. മണിക്കൂറുകളോളം നീണ്ടുനിൽക്കുന്ന ഗതാഗത കുരുക്ക് കാരണം ജനങ്ങൾ കടുത്ത ദുരിതത്തിലാണ്. ഇത് കച്ചവട സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെയും ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയും സുപ്രീംകോടതിയും ഉൾപ്പെടെയുള്ള ഉന്നത കോടതികൾ വിഷയത്തിൽ ഇടപെട്ടിട്ടും ദേശീയപാത അതോറിറ്റി യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് MLA ആരോപിച്ചു. പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നിരവധി സമരങ്ങൾ നടത്തിയിട്ടും ഫലമുണ്ടായില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുരിങ്ങൂരിലെ അടിപ്പാത നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് സർവീസ് റോഡിൽ വെള്ളിയാഴ്ച രാത്രി ഒരു മരം കയറ്റി വന്ന ലോറി കുഴിയിൽ വീണ് മറിഞ്ഞതാണ് ഗതാഗതക്കുരുക്കിന് പ്രധാന കാരണം. ലോറിയിലുണ്ടായിരുന്ന മരത്തടികൾ റോഡിൽ ചിതറിക്കിടന്നതിനാൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. പോലീസും അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് തടികൾ നീക്കം ചെയ്ത ശേഷമാണ് ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചത്. ലോറിയിലുണ്ടായിരുന്ന ഡ്രൈവർക്കും ക്ലീനർക്കും കാര്യമായ പരിക്കുകളൊന്നും ഉണ്ടായില്ല. എങ്കിലും സർവീസ് റോഡിന്റെ ശോച്യാവസ്ഥയും അടിപ്പാത നിർമ്മാണത്തിനുള്ള സൌകര്യങ്ങൾ ഒരുക്കാത്തതും കാരണം ഗതാഗതം വീണ്ടും താറുമാറാവുകയായിരുന്നു. ചാലക്കുടിയിൽ നിന്നും എറണാകുളത്തേക്ക് പോകുന്ന റോഡിലാണ് നിലവിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായിട്ടുള്ളത്. റോഡിന്റെ മോശം അവസ്ഥയാണ് ഈ ദുരിതത്തിന് പ്രധാന കാരണം. കുഴികളിൽ വെള്ളം നിറഞ്ഞതിനാൽ അവ തിരിച്ചറിയാൻ കഴിയാത്തതും അപകടങ്ങൾ വർദ്ധിക്കുവാൻ കാരണമാകുന്നുണ്ട്. കിഷ്ത്വാർ മേഘവിസ്ഫോടനം, മരണസംഖ്യ ഇനിയും ഉയരും. കണ്ടെത്താനുള്ളത് 80 പേരെ. ജമ്മുകാശ്മീർ കിഷ്ത്വാറിൽ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും. 80ഓളം ആളുകളെയാണ് ഇനി കണ്ടെത്താനുള്ളത്. പ്രധാനമന്ത്രിയോട് പ്രത്യേക സാമ്പത്തിക പാക്കേജ് ആവശ്യപ്പെടുമെന്ന് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള വ്യക്തമാക്കി. കാണാതായവരെ കണ്ടെത്തുക ആണ് പ്രഥമ പരിഗണന എന്നും അദ്ദേഹം പറഞ്ഞു. ദുരന്തത്തിൽ കേന്ദ്ര സർക്കാർ എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കാലാവസ്ഥ പ്രതികൂലമായതും വലിയ പാറക്കല്ലുകൾ നിറഞ്ഞു നിൽക്കുന്നതും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാണ്. വ്യോമമാർഗവും രക്ഷാപ്രവർത്തനം നടത്തുവാൻ സാധിക്കുന്നില്ല. മച്ചയിൽ മാതാ തീർത്ഥാടന പാതയിലാണ് ദുരന്തമുണ്ടായത്. തീർത്ഥാടകർക്കായി തയ്യാറാക്കിയ സമൂഹ അടുക്കള മിന്നൽ പ്രളയത്തിൽ പൂർണ്ണമായി ഒലിച്ചുപോയി. ഭക്ഷണം കഴിക്കുവാൻ കാത്തുനിന്ന 100 കണക്കിന് തീർത്ഥാടകരെ
കുത്തിയൊലിച്ചെത്തിയ പ്രളയജലത്തിൽ കാണാതായി. ദ്രുതകർമ്മസേനയും സൈന്യവും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ജമ്മുകാശ്മീർ ലഫ്റ്റനന്റ് ഗവർണറുമായും മുഖ്യമന്ത്രിയുമായും ഫോണിൽ സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. വ്യോമസേനയോടും സജ്ജരായിരിക്കുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാഷ്ട്രപതി ദ്രൌപതി മുർമു എന്നിവർ അനുശോചനം രേഖപ്പെടുത്തി. തിരുവനന്തപുരത്ത് സ്കൂൾ തെരഞ്ഞെടുപ്പിൽ വോട്ടിന് മദ്യം നൽകിയെന്ന ആരോപണം. തിരുവനന്തപുരം നന്ദിയോട് സ്കൂൾ തെരഞ്ഞെടുപ്പിൽ വോട്ടിന് മദ്യം നൽകി എന്ന ആരോപണം. SKVHSS സ്കൂളിൽ വിദ്യാർത്ഥിയുടെ ബാഗിൽ നിന്നും മദ്യം കണ്ടെത്തി. ബാഗിൽ നിന്നും പോലീസ് മദ്യം പിടിച്ചെടുത്ത ദൃശ്യം മാധ്യമങ്ങൾക്ക് ലഭിച്ചു. SFI പ്രവർത്തകരാണ് വിതരണം ചെയ്തത് എന്നാണ് KSU ആരോപണം. സ്കൂൾ അധികൃതരും SFIയും ആരോപണം നിഷേധിച്ചു. വോട്ട് ഫോർ SFI എന്നെഴുതി 100 രൂപ വീതം വിദ്യാർത്ഥികൾക്ക് നൽകിയെന്നും KSU പരാതിപ്പെട്ടു. എന്നാൽ രേഖാമൂലം പരാതി ലഭിച്ചില്ലെന്നാണ് പോലീസ് നിലപാട്. കുപ്പി കണ്ടെടുത്ത ബാഗ് വിദ്യാർത്ഥിയുടേതാണോ എന്ന് ഉറപ്പിക്കാനായിട്ടില്ലെന്നും പോലീസ് പറയുന്നു. ആരോപണം നിഷേധിച്ച് സ്കൂളിൽ ആരും മദ്യപിച്ചെത്തിയിട്ടില്ലെന്നും ആരോപണം രാഷ്ട്രീയ പ്രേരിതമെന്നും പറഞ്ഞു. എന്നാൽ KSU ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോവുകയാണ്. വ്യാഴാഴ്ചയാണ് സ്കൂൾ തിരഞ്ഞെടുപ്പ് നടന്നത്. അതിനിടെയാണ് ആരോപണം. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ഡാർക്ക് വെബ് മയക്കുമരുന്ന് കേസ് മുഖ്യ സൂത്രധാരൻ മലയാളി. NCB അന്വേഷണം ഓസ്ട്രേലിയയിലേക്ക്. ഡാർക്ക് വെബ് വഴി രാജ്യത്തേക്ക് മയക്കുമരുന്ന് കടത്തിയ കേസിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. ലഹരിക്കടത്ത് ശൃംഖലയുടെ മുഖ്യ സൂത്രധാരൻ ഓസ്ട്രേലിയയിൽ നിന്നും പ്രവർത്തിക്കുന്ന കൊച്ചി വാഴക്കാല സ്വദേശിയാണെന്ന് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ കണ്ടെത്തി. ഇയാളെ രാജ്യത്തേക്ക് എത്തിച്ച് അറസ്റ്റ് ചെയ്യുവാനുള്ള നീക്കങ്ങൾ NCB ആരംഭിച്ചു കഴിഞ്ഞു. നേരത്തെ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ എഡിസൺ എന്ന പ്രതിയെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ നിർണായക വിവരങ്ങൾ NCBക്ക് ലഭിച്ചത്. ഓസ്ട്രേലിയയിൽ നിന്നും ഡാർക്ക് വെബ് ഉപയോഗിച്ച് മയക്കുമരുന്ന് കടത്ത് നിയന്ത്രിച്ചിരുന്നത് ഈ വാഴക്കാല സ്വദേശിയാണെന്ന് NCB ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. ഇതുകൂടാതെ ലഹരി വിൽപ്പനയിലൂടെ ലഭിക്കുന്ന പണം ഓസ്ട്രേലിയയിൽ വെച്ച് ബിറ്റ്കോയിൻ ആക്കി മാറ്റിയിരുന്നതും ഇയാളാണ്. കള്ളപ്പണം വെളുപ്പിക്കുന്നതിനും ഇടപാടുകൾ രഹസ്യമായി സൂക്ഷിക്കുന്നതിനും വേണ്ടിയാണ് ബിറ്റ്കോയിൻ ഉപയോഗിച്ചത്. കൂടാതെ കെറ്റാമെലോൺ എന്ന കോഡ് നാമം എഡിസൺ നൽകിയതും ഈ മുഖ്യപ്രതിയാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. ഈ പുതിയ കണ്ടെത്തലുകളുടെ പശ്ചാത്തലത്തിൽ കേസിലെ കൂടുതൽ വിവരങ്ങൾക്കായി NCB എഡിസനെ വീണ്ടും കസ്റ്റഡിയിലെടുക്കുവാൻ സാധ്യതയുണ്ട്. അന്താരാഷ്ട്ര ലഹരി മാഫിയയുമായി ബന്ധമുള്ള ഈ കേസിൽ കൂടുതൽ പ്രതികളുണ്ടോ എന്നും NCB അന്വേഷിക്കുന്നുണ്ട്. മുഖ്യപ്രതിയെ ഇന്ത്യയിലേക്ക് എത്തിക്കുവാനുള്ള നിയമപരമായ നടപടിക്രമങ്ങൾ ആരംഭിച്ചതായി NCB വൃത്തങ്ങൾ അറിയിച്ചു. പാട്നയിൽ 2 കുട്ടികളെ കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ബീഹാറിലെ പാട്നയിൽ നിർത്തിയിട്ടിരുന്ന കാറിനുള്ളിൽ 2 കുട്ടികളെ മരിച്ച നിലയിൽ കണ്ടെത്തി. 7 വയസ്സുള്ള ലക്ഷ്മി കുമാരി, 5 വയസ്സുള്ള ദീപക് കുമാർ എന്നിവരുടെ മൃതദേഹങ്ങളാണ് ഇന്ദ്രപുരിയിൽ വെച്ച് കണ്ടെത്തിയത്. ഒരേ കുടുംബത്തിൽ നിന്നുള്ളവരാണ് ഈ കുട്ടികൾ. ട്യൂഷൻ ക്ലാസ്സിലേക്ക് പോയ കുട്ടികളെ കാണാതാവുകയായിരുന്നു. പിന്നീട് സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന ഒരു കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കുട്ടികളുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും ഇതൊരു കൊലപാതകമാണെന്നും കുടുംബം ആരോപിച്ചു. സംഭവത്തെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചതായി പാറ്റ്ന സെൻട്രൽ SP അറിയിച്ചു. അപകട സ്ഥലത്തിന് സമീപത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണെന്ന് പോലീസ് വ്യക്തമാക്കി. സ്വാതന്ത്ര്യദിനത്തിൽ അംഗനവാടി കുട്ടികൾക്ക് രാഖി കെട്ടാൻ നിർദ്ദേശം. ചൈൽഡ് ഡെവലപ്മെന്റ് ഓഫീസറുടെ ശബ്ദരേഖ പുറത്ത്. DYFI പ്രതിഷേധം. തിരുവനന്തപുരത്ത് സ്വാതന്ത്ര്യദിനത്തിൽ അംഗനവാടിയിലെ കുട്ടികൾക്ക് നിർബന്ധിതമായി രാഖി കെട്ടിയെന്ന ആരോപണം. വർക്കല താലൂക്ക് ഓഫീസിൽ DYFI പ്രതിഷേധമുണ്ടായി. കുട്ടികൾക്ക് രാഖി കെട്ടണമെന്ന് ടീച്ചേഴ്സിനോട് ചൈൽഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട് ഓഫീസർ നിർദ്ദേശിക്കുന്ന ശബ്ദ സംഭാഷണം മാധ്യമങ്ങൾക്ക് ലഭിച്ചു. വർക്കലയിലെ BJP കൌൺസിലർ കുട്ടിയുടെ കയ്യിൽ രാഖി കെട്ടിക്കൊടുക്കുന്ന ചിത്രവും ഇതിനകം പുറത്തുവന്നു. രാഖി ഉണ്ടാക്കി കുട്ടികളുടെ കയ്യിൽ കെട്ടണമെന്നും രാഖി കെട്ടുന്ന ഫോട്ടോ കേന്ദ്ര സർക്കാരിന് അപ്ലോഡ് ചെയ്യണമെന്നും ഓഡിയോ സന്ദേശത്തിൽ CDPO നിർദ്ദേശം നൽകി. വർക്കല താലൂക്ക് ഓഫീസിന്റെ പരിധിയിൽ വരുന്ന അംഗനവാടിയിലെ ടീച്ചർമാർക്കായിരുന്നു നിർദ്ദേശം നൽകിയിരുന്നത്. അംഗനവാടികളിൽ ദേശീയ പതാക ഉയർത്തണം, ദേശീയ ഗാനം ആലപിക്കണം, ഒപ്പം തന്നെ മധുരം വിതരണം ചെയ്യണം എന്നുമായിരുന്നു വനിതാ ശിശു വികസന വകുപ്പ് പുറത്തിറക്കിയ മാർഗനിർദ്ദേശത്തിൽ പറഞ്ഞിരുന്നത്. മാത്രമല്ല, കുട്ടികളെക്കൊണ്ട് രാഖി നിർമ്മിച്ച് അത് വിമുക്ത ഭടന്മാർക്കും പോലീസുകാർക്കും പോസ്റ്റൽ വഴി നൽകണം. ദേശീയപാതയ്ക്ക് മുൻപിലുള്ള കുട്ടികളുടെ ചിത്രം ഹർ ഘർ തിരങ്ക വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണമെന്നും സർക്കുലറിൽ പറയുന്നു. എന്നാൽ ഇതിന് വിപരീതമായാണ് വർക്കലയിൽ നടന്ന സംഭവം. കുട്ടികളുടെ കയ്യിൽ നിർബന്ധിച്ച് രാഖി കെട്ടിക്കണം എന്നാണ് ചൈൽഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട് ഓഫീസർ
അയച്ച ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. അതേസമയം സംഭവത്തിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കുലറുകൾക്ക് വിരുദ്ധമായി ചൈൽഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട് ഓഫീസർ പ്രവർത്തിച്ചു എന്നാരോപിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഓഫീസ് ഉപരോധിച്ചു. നടപടി വേണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയിരിക്കുകയാണ് ഡിവൈഎഫ്ഐ. കുട്ടികൾ കയ്യിൽ രാഖി കിട്ടണമെന്ന നിർദ്ദേശം കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ നൽകിയിട്ടില്ല. അതുകൊണ്ടുതന്നെ ഇത്തരം നടപടി എന്തുകൊണ്ട് സ്വീകരിച്ചു എന്നാണ് ഉയർന്ന പ്രധാന ചോദ്യം. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ചൈൽഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട് ഓഫീസർ പ്രതികരണം നടത്തിയിട്ടില്ല. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.